ഒരേ സമയം സന്തോഷിപ്പിക്കുവാനും സങ്കടപ്പെടുത്തുവാനും അക്ഷരങ്ങൾക്ക് സാധിക്കുമത്രേ. ഒരു പട്ടാളക്കാരൻ്റെ കഥയാണ്. ഒരുപാട് ദൂരെയാണ് അയാൾ ജോലി ചെയ്യുന്നത്. അങ്ങനെ അയാൾ ലീവിന് നാട്ടിൽ വന്നു, ഒരു കല്യാണം കഴിച്ചു, ഭാര്യ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തിരികെ ജോലിയിലേക്ക് പോയി. പിന്നെ 3 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം തിരികെ നാട്ടിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് അറിയില്ല തൻ്റെ ഭാര്യ പ്രസവിച്ചോ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. വളരെ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തി. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു കുഞ്ഞിരുന്ന് കളിക്കുന്നു. ഓടിച്ചെന്ന് അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്തു, ഒരുപാട് ഉമ്മകൾ നൽകി ആ കുഞ്ഞിനെയും കൊണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെ അമ്മ നിൽക്കുന്നു, അമ്മയുടെ കൂടെ വേറൊരു കുഞ്ഞ് നിൽക്കുന്നു. ഇതേപോലത്തെ ഒരു കുഞ്ഞ്, ട്വിൻസുകളായിരുന്നു. ആ അമ്മ സങ്കടത്തോടുകൂടി പറഞ്ഞു, നിന്റെ ഭാര്യ പ്രസവിച്ചു, 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി, പക്ഷേ അവൾ മരിച്ചുപോയി. സന്തോഷവും സങ്കടവും ഒത്തുചേർന്നുകൊണ്ട് അദ്ദേഹം നിശബ്ദനായി സ്തംഭിച്ചു നിന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ജോലിയിലേക്ക് മടങ്ങി പോവുകയാണ്. അപ്പോൾ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, കുട്ടികളെ കൂടി നീ കൊണ്ടുപോകണം, കാരണം ഞാൻ വൃദ്ധയായൊരു സ്ത്രീയാണ്, ഏത് നിമിഷവും ഞാൻ മരിക്കാം. അങ്ങനെ അമ്മയുടെ വാക്ക് കേട്ട് മക്കളെയും കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ വെച്ച് കുട്ടികൾക്ക് ന്യൂമോണിയ ബാധിച്ചു. അതിലൊരു കുട്ടി മരണപ്പെടുകയും ചെയ്തു. കുട്ടി മരിച്ചു എന്നറിഞ്ഞതോടുകൂടി ട്രെയിനിലെ ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞു, കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയണം, കാരണം ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് ശവം കൊണ്ടുപോകാൻ പാടില്ല, അത് റെയിൽവേയുടെ നിയമമാണ്. അതുകൊണ്ട് ഒരു പുഴയുടെ മുകളിലൂടെ ട്രെയിൻ പോകുന്ന സമയത്ത് ആ പാലത്തിൻ്റെ മുകളിൽ ട്രെയിൻ എത്തുമ്പോൾ നിങ്ങൾ കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയണം, വേറെ നിവൃത്തിയില്ല. അങ്ങനെ ട്രെയിൻ പാലത്തിൻ്റെ മുകളിൽ എത്തുന്ന സമയത്ത് കുഞ്ഞിനെ ഒരുപാട് ഉമ്മകൾ നൽകി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. തിരികെ സീറ്റിലേക്ക് വന്നിരുന്നു. മറ്റേ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തു. നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെക്കുറിച്ചുള്ള സ്നേഹവും ഓർമ്മയും ധാരാളമായി ഈ കുട്ടിയോടുണ്ടായി. ആ സ്നേഹഭാരങ്ങളോടുകൂടി ഈ കുഞ്ഞിനെ ഇങ്ങനെ തോളിലേക്ക് എടുത്തിടുകയാണ് അദ്ദേഹം. ആ സമയം ആ കുട്ടി ഇങ്ങനെ കുഴയാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം ഒരു സത്യം തിരിച്ചറിഞ്ഞത്. പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ കുഞ്ഞ് ജീവനുള്ള കുഞ്ഞായിരുന്നു. നമ്മുടെ വിഷമങ്ങളൊക്കെ ഒരുപക്ഷെ ചെറുതായിരിക്കുമല്ലേ. സ്വീറ്റ് മാറും.